എനിക്കൊരു ഇൽമുമില്ല, ഒന്നുമില്ല, ഞാനൊരു ആൾരൂപമായിട്ട് ഇങ്ങനെ വിഷം കിട്ടി കിടക്കുക. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ശംസുലുമൻ്റെ ശിഷ്യനാണ്, അത് ശരിയാണ്. ആ ഓപ്പറേഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അതെനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ശംസുലുമ വലിയ മഹാനും വലിയ പണ്ഡിതനും വലിയ വലിയും വലിയ എന്ന് തന്നെയല്ല കുത്തുബി എന്ന് പറഞ്ഞാൽ തന്നെയും അത് തെറ്റാവുകയില്ല എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കിയത്. അതിനുള്ള തെളിവുകൾ ധാരാളം നമ്മുടെ കൈവശത്തിലുണ്ട്, ഫയലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. വലിയ മഹാനായിരുന്നു, വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. 76 ചെവിക്കൊരു അസുഖം വന്നു. പെട്ടെന്ന് ചിരിക്കട്ടെ, അത് അദ്ദേഹം ഏതായാലും പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രത്യേകമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ. 76 ചെറുവാളിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ 32 കൊല്ലം ജോലി ചെയ്തു, ദർസും മറ്റുമായി. ചുരുക്കി പറഞ്ഞാൽ ഈ ചെവിക്ക് വേദന വന്നു. 5 ഡോക്ടർമാരെ ഞാൻ പരിശോധിച്ചത്. 5 ഡോക്ടർമാർ. എറണാകുളം രാജപ്പൻ പണ്ടല്ലേ എനിക്കറിയില്ല, 76 സംഭവം പറയുന്നു. എറണാകുളം ഇവിടെ ഒരു രാജപ്പൻ ഡോക്ടർ ഉണ്ടായിരുന്നു. ചാലക്കുടി അശോകൻ രാമചന്ദ്രൻ, ഇങ്ങനെ 5 ഡോക്ടർമാരെ ENT സ്പെഷ്യലിസ്റ്റിനെ 5 ആളെ ഞാൻ സമീപിച്ചു. ചെവിക്ക് വേദന, സലാം പറഞ്ഞാൽ കേൾക്കൂല. കുട്ടികൾക്ക് ദർശനം നടത്തുന്ന സമയത്ത് 10 മിനിറ്റ് കിതാബ് ഓതി കൊടുത്താൽ പിന്നെ ചെവി വേദന കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂല, കിതാബ് അടച്ചു വെക്കും. അങ്ങനെ 1.5 കൊല്ലത്തോളം അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായി. സംസാരിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സമയം ഉണ്ടായി. 76 മുതലാണ് കേട്ടോ. 76 ഇപ്പോൾ എത്ര കൊല്ലമായി നിങ്ങൾ കൂട്ടി നോക്ക്, എത്ര കൊല്ലമായി സംഭവം കഴിഞ്ഞിട്ടും നോക്കാൻ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ വേദന വന്നപ്പോൾ ഡോക്ടർമാർ ഈ അഭിപ്രായം കിട്ടിയപ്പോൾ വന്നിരാ ശംസുൽ ഉലമൻ്റെ അടുക്കൽ ചെന്നു. മഹാനവറുകളോട് കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഓപ്പറേഷൻ ചെയ്യണ്ട. ഇവിടെ വള്ളിമാട് കുന്നിലുള്ള വീട്ടിൽ ചെന്ന സമയത്ത് വന്നിരായ ഉസ്താദ് പറഞ്ഞു, ഞാൻ വളരെ അടുപ്പത്തിലായിരുന്നു, അതുകൊണ്ടായിരിക്കാം വലിയ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു. എൻ്റെ വന്നിരായ എൻ്റെ എല്ലാം ആണത്. എനിക്കിങ്ങനെയുള്ള യോഗങ്ങളിലും സ്റ്റേജുകളിലൊക്കെ വരാൻ തന്നെ ഉസ്താദിൻ്റെ ആ വാക്കുകൾ അത് അനുഭവത്തിൽ വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു മർക്കദ ആമീൻ. ഉറക്കെ പറയാം ആമീൻ. ഒന്നുകൂടെ സാധനം എന്താ സംഭവിച്ചറിയാമോ? നീ എവിടെയും പോണ്ട, നീ മുത്തുപ്പെട്ട പേരിൽ ഒഴിവുണ്ടാകുമ്പോൾ യാസീനോ ഫാത്തിഹ ഓതിയാൽ മതി. മുത്തുപ്പെട്ട നിൻ്റെ അടുക്കൽ വരും കേട്ടോ. നിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തന്നെ പരിശോധിക്കും, നിനക്ക് ഇഞ്ചക്ഷൻ ചെയ്തു തരും. ഇഞ്ചക്ഷനാണ് ഉണ്ടായത് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചക്ഷൻ ചെയ്തു തരും, മരുന്നും തരും. നീ പേടിക്കണ്ട, ഇത് യാസീനോദ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം ഞാൻ കുലുക്കല്ലൂരിൽ നിന്ന്, എൻ്റെ വീട് ഏലംകുളം മലപ്പുറം ജില്ലയിൽ, കുലുക്കല്ലൂരിൽ നിന്ന് ഷൊർണൂർ വഴിക്ക് വന്ന് അസർ നിസ്കാരത്തിന് വേണ്ടി ഷൊർണൂർ പള്ളിയിൽ ചെന്ന് നിസ്കാരം കഴിഞ്ഞ് കിടന്നു. ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ക്ഷീണത്തിലങ്ങനെ കിടന്ന സമയത്ത് എൻ്റെ അടുക്കൽ കുറേ ഡോക്ടർമാർ വന്നു. ഒരാളൊന്നുമല്ല, കുറേ ആളുകൾ വന്നു. കൂട്ടത്തിൽ വലിയ നല്ലൊരു പൊക്കമുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ഈ പൊക്കമുള്ള ഡോക്ടർ പറഞ്ഞു, എല്ലാവരുടെ കയ്യിൽ സ്കോഫും മറ്റൊക്കെ ഉണ്ട്. പൊക്കമുള്ള ആൾ പറഞ്ഞു, ഇദ്ദേഹത്തിനല്ലേ സുഖമില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരിശോധിക്കാം, നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഡോക്ടർമാരും പരിശോധിച്ചു. എല്ലാവരും പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സാരില്ല എന്ന് എല്ലാവരും അഭിപ്രായം. ഇതൊക്കെ സ്വപ്നത്തിലാണ് സംഭവം ഉണ്ടായത്. ഞാൻ അതൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ എനിക്ക് അപ്പോൾ നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അവസാനം ഈ പറഞ്ഞ വലിയ പൊക്കമുള്ള ഡോക്ടർ അതായിരുന്നു മുത്തുപ്പെട്ട ദാവൂദുൽ ഹക്കീം മഹാനവറുകളെ. അത് പിന്നീട് അവരാണെന്ന് ഞാൻ ഹയാത്ത് കാലത്ത് ശംസുലമ്മയോട് ചരിത്രം പറഞ്ഞപ്പോൾ ശംസുലുലമ പറഞ്ഞു, അന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ആ പറഞ്ഞ ദാവൂദ് മുത്തുപ്പെട്ട തങ്ങളവറുകൾ അവരായിരുന്നു അത് എന്ന് ഹയാത്തുള്ള കാലത്ത് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. ആര്? ഈ ശംസുലുലമ ഉസ്താദ് തന്നെ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സാരില്ല, നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന്. ഒരു ഇഞ്ചക്ഷൻ സിരിഞ്ചെടുത്തിട്ട് ഇങ്ങനെ കുത്തിവെക്കുന്നത് ഞാൻ കണ്ടു. തൊട്ടടുത്തൊരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടതാണ്. നല്ല സുന്ദരിയായ സുമുഖിയായ നല്ല ഒരു ഡോക്ടർ സഹോദരി. അവളോട് പറഞ്ഞു, നീ അല്പം മരുന്ന് കൊടുക്കുന്നത്.
അപ്പോൾ അവിടെ എന്ത് ചെയ്തെന്ന് അറിയോ, ഐസ്ക്രീം പോലത്തെ ഒരു സാധനം എൻ്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ടു തന്നു. ഞാനത് കഴിച്ചു, പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഈ വേദനയില്ല, യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റാത്ത ഞാൻ പിന്നീട് ഒരു 40 ദിവസത്തിൻ്റെ ഉള്ളിലായി കരൂപ്പടന്ന എന്ന് പറയും, മുസാഫിക്കുന്ന എന്നൊരു സ്ഥലമുണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗത്ത്, ഈ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട സ്ഥലം. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റാത്ത ഞാൻ ഇതുപോലത്തെ വേദികളിലൊന്നും ജനങ്ങളൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ സംഭവം ഉണ്ടായിരുന്നു. പൊങ്ങച്ചത്തിന് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി പറയുകയല്ല. അന്ന് 5 മണിക്കൂർ സംസാരിച്ചു കൊണ്ട് 1.5 മണിക്കൂർ വഴി നടത്തി. എൻ്റെ കഴിവിലത് ഒന്നിരായ ഉസ്താദിൻ്റെ വാക്ക്, ഒന്നിരായ ഉസ്താദിൻ്റെ പ്രാർത്ഥന, ആ മഹാന്മാരുമായിട്ടുള്ള ബന്ധം ഞാൻ നിന്റെ കേസ് അദ്ദേഹം മഹാനവറുകളുടെ അടുക്കലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. മഹാനവറുകൾ നിനക്ക് അതിന് വേണ്ട ചികിത്സ നടത്തും എന്ന് പറഞ്ഞ് ആ ചികിത്സയും നടത്തി. അതിൻ്റെ ശേഷം പിന്നീട് ഇന്നേ വരെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖായിരിക്കും. കാരണം ഉസ്താദിൻ്റെ ദുആയാണ്. എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ സുബഹി വരെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാത്തവനാണ്. പൊങ്ങറ്റം പറയില്ല. ദിവസേന ഓരോ സ്ഥലത്ത് പോകുന്നു, കാര്യങ്ങൾ നടക്കുന്നു. ഏതായാലും സഹോദരന്മാരെ ഞാൻ നിർത്തുന്നു, സഹോദരിമാരെ നിർത്തുന്നു. അത് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതിന് സംക്ഷിപ്ത രൂപം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പേരിനും പ്രശസ്തിക്കുമൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വൈകിയെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.